റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സ്വകാര്യത ലംഘിച്ചുള്ള പോലീസിന്റെ നിയമവിരുദ്ധ മൊഴിയെടുപ്പിനെ തുടർന്ന് പൊന്നാനിയിലെ അതിജീവിതയും മകനും നാടുവിട്ടു. നാട്ടുകാർക്ക് മുന്നിൽ തന്റെ സ്വകാര്യത ഇല്ലാതായതോടെയാണ് അതിജീവിത നാടുവിടാൻ നിർബന്ധിതയായത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വീട്ടിലേക്ക് കയറി വന്ന പോലീസുകാരനെ കണ്ട് ഭയന്നു വിറച്ചെന്ന് അതിജീവിത റിപ്പോർട്ടറിനോട് പറഞ്ഞു. പുരുഷ പോലീസ് ഉദ്യോഗസ്ഥൻ മോശം ചോദ്യങ്ങൾ ചോദിച്ചു. ഇത് ചിത്രീകരിച്ച വീഡിയോഗ്രാഫറും പുരുഷനായിരുന്നുവെന്നും അതിജീവിത വെളിപ്പെടുത്തി. മലപ്പുറത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചൂഷണം ചെയ്ത അതിജീവിത നമ്മോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി യൂണിഫോമിലെത്തിയ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടിലേക്ക് കയറി ആളുകളെ മുഴുവൻ അറിയിക്കുന്ന രീതിയിൽ യൂണിഫോമിലെത്തി അവർ അവരുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അതിനെ തുടർന്ന് അതിജീവിത ആ വീട്ടിൽ നിന്ന് താമസം മാറുകയും ചെയ്തു. എന്താണ് ഇങ്ങോട്ടേക്ക് മാറാനുള്ള കാരണം? ഞങ്ങളിങ്ങോട്ട് ഡ്രസ്സ് മാറ്റി വരാൻ വേണ്ടി നിൽക്കുകയാണ് വേറൊരു വീട്ടിലേക്ക്. അപ്പോൾ ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് കയറിൻ്റെ ചോദിക്കാതെ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുമില്ല, ഞാനുള്ളത് അറിയൂല, ഒന്നും അറിയില്ല. പെട്ടെന്നാണ് കുതിച്ചിട്ട് ഗ്രില്ല് തുറന്നിട്ട് ഇങ്ങോട്ട് കയറിയത്. ഞാൻ ആകെ പേടിച്ചില്ലോ. അവിടെ മുഴുവൻ ആൾക്കാരുണ്ട് കൂട്ടി. ഇവർ പോലീസ് ജീപ്പ് കണ്ടപ്പോൾ ജനങ്ങൾ പോലീസ് യൂണിഫോമിലാണ് എല്ലാവരും വന്നതും. അപ്പോൾ ആകെ ഞങ്ങൾ ഉമ്മയും മോനും പേടിച്ച്, ഞാൻ ചെറുത്തും നല്ലോണം പേടിച്ചിരിക്കണ്. ഇവർ ആകെ പതിരി. ഒന്നും വിളിച്ചു പറയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആരാ വീട് കാണിച്ചാൽ ഇത്ര കൃത്യമായിട്ട് നിങ്ങളെന്താ എന്നോട് ചോദിക്കാതെ വന്നതാന്ന് ചോദിച്ച്. അപ്പോൾ അവർ താത്താനെ രാവിലെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഹോസ്പിറ്റലിലാണ്, ഞാൻ നാളെ വരാമെന്ന് അങ്ങോട്ട് പറഞ്ഞില്ല. അല്ല പിന്നെ നിങ്ങൾക്ക് ഈ രാത്രിയിൽ എന്തിനു വന്നത് ഞാൻ ചോദിച്ചവരോട്. അപ്പോൾ നിങ്ങൾ വരാത്തോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവർ പറയുന്നത്. വീട്ടിനകത്തേക്ക് വന്നതിൽ പുരുഷ പോലീസുകാരനുണ്ടായിരുന്നു. അഡീഷണൽ SC ആന്ന് പറഞ്ഞ് അഡീഷണൽ SP. യൂണിഫോമിൽ തന്നെയാണ്. യൂണിഫോമിൽ തന്നെ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നത്. അപ്പോൾ ഈ യൂണിഫോം ഇട്ട ഒരു പുരുഷ പോലീസുകാരൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിച്ചത് എല്ലാം പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നില്ല. കുറച്ച് പറഞ്ഞ് ഞാൻ ഇയാളെ മുന്നിൽ എങ്ങനെ പിന്നെ നമ്മൾ തുറന്നടിച്ച് പറയണത്. അയാൾ പോകണമില്ല. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ പോയത്. എന്നോട് SP ചോദിക്കണത് എന്തൊക്കെ അഡീഷണൽ SP, അതായത് യൂണിഫോം ഇട്ട പുരുഷ പോലീസ് ചോദിച്ചു എന്തൊക്കെ ചെയ്ത് SP എങ്ങനെയൊക്കെ ചെയ്ത്, പിന്നെ അതുപോലെ ബെന്നി എങ്ങനെ ചെയ്ത് ഇവരൊക്കെ ചെയ്ത്. അപ്പം ഞാൻ പറയും സാറേ ഇതൊക്കെ പറയാൻ താല്പര്യമില്ല. അത് ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ കുറച്ച് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഒക്കെ മുഴുവനും പറഞ്ഞു കൊടുത്തില്ല. എന്നോട് എന്തൊക്കെ അത് സത്യം പറയേ, ഏത് കാറാണ്, എന്ത് കാറാണ്, എവിടെയാണ് ഇറങ്ങിയത് നിങ്ങൾ. അപ്പം ഞാൻ ഇറങ്ങിയ സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത്. ആദ്യം ഒരു ഓട്ടോറിക്ഷ കയറി, പിന്നെ ഒരു നാലാമത്തെ പോക്ക് കാറിൽ കയറി. കാറിൽ പോയത് ഓട്ടോറിക്ഷയിൽ പോയതൊക്കെ പറയാൻ പറ്റും, അതും ചോദിക്കാൻ പാടില്ല. പക്ഷേ ഇങ്ങനെയുള്ളത് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? സ്വാഭാവികം ഇല്ലില്ല. ഒരാണല്ലേ, ഒരു വയസ്സായ നല്ല ചെറുപ്പക്കാരൻ ചങ്ങാതിൻ്റെ മുന്നിലേക്ക് പറയാൻ പറ്റും എന്തൊക്കെ ചെയ്തതൊക്കെ. ഞാനൊന്നും ഉണ്ടാണ്ട് നിന്ന് ലാസ്റ്റാണ് ഇവരെ ഈ പെണ്ണുങ്ങളോട് പറഞ്ഞത്. പെണ്ണുങ്ങളും ഉണ്ട് പറഞ്ഞ് പറയതാത്താന്ന്. 3 പെണ്ണുങ്ങളും ഒരാണുങ്ങളും അല്ലേ? അവരാണ് എൻ്റെ കൂടെ എല്ലാ കാര്യം എവിടെ വെച്ച് ചെയ്തത്, എങ്ങനെ ചെയ്തത്, എന്താണ് ഇവിടെ കൊണ്ടുപോയത് ഒക്കെ ചോദിച്ച് കൊണ്ടുപോയത്. പുരുഷ പോലീസുകാർ അങ്ങനെ മൊഴിയെടുക്കാൻ പാടില്ല എന്നാണ് അവർ ചോദിച്ചിൻ്റോട്. അവർ 3 പെണ്ണുങ്ങളും ഈ ആളും ഈ ഈ വീഡിയോക്കാരനും ഉണ്ടായിരുന്നു. വീഡിയോക്കാരനും ആണുങ്ങളാണോ? ആണ്. നമ്മൾ പറഞ്ഞതെല്ലാം ഒരാണുങ്ങൾ വീഡിയോ പകർത്തി മറ്റൊരാണുങ്ങളായ പോലീസുകാരൻ കേട്ട് പറയണൊക്കെ. അതുകൊണ്ട് അവർ എല്ലാം കഴിഞ്ഞതിൻ്റെ ദിവസമാണ് ആ പോലീസുകാർ വീഡിയോക്കാരൻ പോയത്. ഒക്കെ കഴിഞ്ഞതിൻ്റെ ദിവസം. പിന്നെയാണ് അവർ ഈ സാറ വരുമ്പോൾ നമ്മളെ പിന്നെ വക്കീൽ സാറ വരുമ്പോൾ എഴുതാനിരിക്കണമല്ലോ, അന്നേരം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് വക്കീൽ സാർ കയറിക്കൊണ്ട് വന്നത്. ഇവരെ പണിയൊക്കെ കഴിഞ്ഞ് ഈ ചോദ്യമൊക്കെ കഴിഞ്ഞതിൻ്റെ ദിവസം നിർബന്ധിച്ചോ? അത് എന്താ ചെയ്ത്? അത് നിർബന്ധിച്ചോ ഈ പുരുഷ പോലീസ്? എന്നോട് ചോദിച്ചാൽ എന്ത് ചെയ്തത്, എങ്ങനെ ചെയ്തത്, നിങ്ങൾ എങ്ങനെ പോകാൻ പാടുണ്ട. അത് ഈ വനിതാ പോലീസ് SC എന്ന് പറഞ്ഞ പെണ്ണുണ്ട്, ഓള് ചോദിച്ച്. ഒരു മുമ്പ് ഇങ്ങനെ അബദ്ധം പറ്റിയ പിന്നെ പോകാൻ പറ്റും എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ലേ വിളിച്ച് വരുത്തിയത്,
എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നല്ല ഞാൻ ഇതിന് വേണ്ടിയിട്ട് പോയതല്ല എന്നറിഞ്ഞ് അപ്പം അവിടെ പോയപ്പോഴാണല്ലോ ഈ കഥകൾ കണ്ടത്. ആ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്ത വീടാന്നുള്ളത്. പോയതിൻ്റെ ശേഷം അതിന് പോണ മുപ്പട്ട് എൻ്റെ കൂടെ പറഞ്ഞ ഫാമിലിയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ്. അപ്പം അവർ ഇങ്ങനെ നോക്കുക എൻ്റെ മുഖത്തേക്ക്. നേരത്തെ ഈ വിനോദ് സിയെയും അതുപോലെ ബെന്നിയും പിന്നെ നിങ്ങൾ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചതും ചൂഷണം ചെയ്തതും നേരത്തെ ഇതുപോലെ പരാതി പറഞ്ഞിരുന്നല്ലോ. ആ സമയത്തുള്ള കേസ് പൂർണ്ണമായി ഒതുക്കി അല്ലേ? ഒതുക്കി ആ സമയത്ത് FIR ഒന്നും ഇട്ടില്ല. രണ്ടാൾക്കാർ അവിടുന്ന് എസ്പിൻ്റെ അവിടുന്ന് കാറിൽ വന്ന് കാറിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എന്നെ 2 വർത്താനം ചോദിച്ചു അവർ പോയി. പിന്നെ വിനോദ് സാറിൻ്റെതും ബെന്നി സാറിൻ്റെതും അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെ അവർ ഒതുക്കി തീർത്തോ ഒരു മെയിൻറ്റെയിൻ ചെയ്തില്ല. അത് നിങ്ങൾ അറിയിച്ചിരുന്നു ആ കേസ് തീർന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിയിച്ചോ? ഇല്ല അറിയിട്ടില്ല. ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പരാതി എന്തായി നിങ്ങൾ ഇതുവരെ ഒന്നും അറിയില്ല? പഴയ 2022 പരാതി ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ അങ്ങനെ പേടിച്ചിട്ടാണോ ഇപ്പൊ ഇന്നലെ അവിടുന്ന് വീട് മാറിയത്? ഇന്നിപ്പോ വീട് മാറിയത് ഞാൻ ഇനി ആരെങ്കിലും വന്നിട്ട് എൻ്റെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് പുറത്ത് കേൾക്കണത്. അപ്പം അത് കാരണം എനിക്ക് എൻ്റെ മൂത്ത മോൻ പറഞ്ഞ് ഇവിടുന്ന് പുറത്ത് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നത്. പൊന്നാനിയിലെ നിലവിലുള്ള വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് ഇവർ മാറി എന്നല്ല മാറ്റി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് TV പ്രസാദ്. ഇതൊരിക്കലും മാതൃകാപരമായ ഒരു രീതിയല്ല. ഇങ്ങനെയല്ലല്ലോ അന്വേഷണം നടക്കേണ്ടത്. ഒരു ലൈംഗിക പീഡന പരാതി പോലീസിന് മുന്നിൽ സമർപ്പിച്ചാൽ അതിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടതിനു പകരം ആ അതിജീവിതയുടെ വീട്ടിൽ ചട്ടവിരുദ്ധമായി കോടതിയുടെ ഉത്തരവുകൾക്ക് വിരുദ്ധമായി യൂണിഫോം ഇട്ട പുരുഷ പോലീസുകാരടക്കം ഇടിച്ചു കയറി വന്ന് നടത്തിയ ഈ മൊഴിയെടുപ്പ് ചട്ടവിരുദ്ധമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിയമവൃത്തങ്ങൾ തന്നെ നമ്മളോട് കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിജീവിതയ്ക്ക് അവരുടെ സ്വകാര്യത നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിൽ നിന്ന് പോകേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുവല്ലേ TV പ്രസാദ് കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ് അരുൺ. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മിനിഞ്ഞാന്ന് രാത്രിയാണല്ലോ ഈ സംഭവം ഉണ്ടായത്. മിനിഞ്ഞാന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ആ ഒരു പുരുഷ പോലീസ് ഉദ്യോഗസ്ഥനും 3 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് വീട്ടിനകത്തേക്ക് കയറി വരുന്നത്. കൂടുതൽ ഒരു വീഡിയോഗ്രാഫറും ഉണ്ടായിരുന്നു. ഇവർ പറയുന്ന മൊഴി രേഖപ്പെടുത്താൻ ചിത്രീകരിക്കാൻ ഒരു വീഡിയോഗ്രാഫർ, അവരും പുരുഷനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ 4 യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവരുടെ വീട്ടിലേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതെന്നാണ് അതിജീവിത പറയുന്നത്. മാത്രമല്ല അരുൺ, അവർ വന്ന 2 പോലീസ് വാഹനങ്ങളും ആ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഇടുകയാണ്. അവിടെ യൂണിഫോം ധരിച്ച 4 പോലീസ് ഉദ്യോഗസ്ഥരെ കാവൽ നിർത്തുകയാണ്. യഥാർത്ഥത്തിൽ നാട്ടുകാരുടെ മുന്നിൽ ഇതാണ് ഈ അതിജീവിത എന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലായിരുന്നു അന്ന് പോലീസിൻ്റെ പെരുമാറ്റമുണ്ടായത്. തീർന്നില്ല, മൊഴിയെടുത്ത് തുടങ്ങിയതിന് ശേഷം ഒരു പുരുഷ പോലീസ് എന്തുകൊണ്ട് മൊഴിയെടുത്തുകൂടാ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇതിൽ വ്യക്തമാണ്. അതായത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഈ പുരുഷ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ് നിരന്തരം അതിജീവിതയോട്. അവരോട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിജീവിത പറയുന്നത്. അവിടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ ശരി, അതും യൂണിഫോം ഇട്ട് എത്തിക്കൂടാ എന്നുള്ളതാണ്. സൂര്യാസ്തമയത്തിന് ശേഷം വൈകിട്ട് 6 മണിക്ക് ശേഷം ഇത്തരം മൊഴിയെടുപ്പുകളെ പാടില്ല എന്നിരിക്കെയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ പുരുഷ പോലീസും അതുപോലെ വനിതാ പോലീസും ചേർന്ന് യൂണിഫോം ധരിച്ച് ഇവരുടെ വീട്ടിനകത്തേക്ക് കയറി വന്ന് വീഡിയോഗ്രാഫറുടെ കൂടി സഹായത്തോടെ ഇതെല്ലാം വിശദീകരിക്കുന്നത്. അരുൺ, അതിൽ ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിച്ച് ഭയപ്പെടുത്തി ഒരുപക്ഷെ അവരുടെ മൊഴി മാറ്റിയിട്ടുണ്ടാകുമോ എന്നൊരു ആശങ്കയും നിലവിലുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവിടെ അതിജീവിതയുടെ അഭിഭാഷകൻ എത്തിയിരുന്നു. അഭിഭാഷകൻ പറഞ്ഞതനുസരിച്ച് ചാനലിൽ പറഞ്ഞ മൊഴി തന്നെയാണ് അവർ പോലീസിനോട് പറഞ്ഞത് എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഏതായാലും അവരുടെ മൊഴി മാറ്റാനുള്ള ഒരു ശ്രമമുണ്ടായിരുന്നോ, പരാതി അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടായിരുന്നോ എന്നുള്ളതാണ് ഈ നിയമവിരുദ്ധ നീക്കത്തിന് മുന്നിൽ നമ്മൾ സംശയിക്കേണ്ടത്. നമ്മൾ അന്ന് വൈകിട്ട് മിനിഞ്ഞാന്ന് 6 മണിക്കെത്തി 7:30 വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും അവരുടെ വീട്ടിന് മുന്നിൽ 2 പോലീസ് വണ്ടി നിൽക്കുകയാണ്. കൂടെ യൂണിഫോം ധരിച്ച 4 പോലീസ് ഉദ്യോഗസ്ഥർ വീടിന് കാവൽ നിൽക്കുകയാണ്. കുറച്ച് സമയം കഴിയുന്നതോടുകൂടി അതുവഴി വരുന്ന ആളുകളെല്ലാം അവിടെ കൂടി നിന്ന് ഇതാണോ എന്ന് പരസ്പരം ചോദിച്ച് സ്ഥിരീകരിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. ആ സാഹചര്യത്തിലാണ് അവർക്കും മകനും അവിടെ നിന്ന് വീട് മാത്രമല്ല നാട് തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നത്.
അതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം. ഇത് കടുത്ത നിയമലംഘനമാണ്, നിയമവിരുദ്ധമാണ്. നിരവധി ഹൈക്കോടതി ഉത്തരവുകൾ, സുപ്രീം കോടതി ഉത്തരവ് എല്ലാം നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു ഉറപ്പായും അങ്ങനെ തന്നെയാണ് അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. അതായത് പോലീസിന്റെ ഈ ദുരൂഹമായ നീക്കം, ആ നീക്കം കോടതിയെ അറിയിക്കാൻ തന്നെയാണ് തീരുമാനം. മാത്രമല്ല അരുൺ, നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ ഇതിൽ കുറ്റാരോപിതനായ CI വിനോദ് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇവരൊരു മോശം സ്ത്രീയാണെന്നും ഹണി ട്രാപ്പിൽ ആളുകളെ ഉൾപ്പെടുത്തുന്ന സ്ത്രീയാണെന്നും ആളുകളിൽ നിന്ന് പണം തട്ടുന്നതിന് വേണ്ടി നിരവധി പരാതികൾ കൊടുത്ത ആളാണെന്നും അന്ന് CI പരസ്യമായി പറയുകയുണ്ടായി. CIയോട് തിരിച്ച് നമ്മൾ ചോദിച്ചു, ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകളുണ്ടോ, ആളുകളുമായി പണം തട്ടുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളുണ്ടോ? അതിൽ വ്യക്തമായ മറുപടി പറയാതെ അന്ന് CI ഒഴിവാവുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു പരാതിയല്ലാതെ മറ്റ് പരാതിക്ക് വേണ്ടി അവരവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം. തനിച്ച് താമസിക്കുന്ന ഒരു സ്ത്രീക്കെതിരെ എന്ത് ദുരാരോപണങ്ങൾ ഉന്നയിക്കാനും അവരെ സമൂഹത്തിന് മുന്നിൽ താറടിച്ച് കാണിക്കാനുമുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ വലിയ നീക്കമാണ്. ഇന്നലെ വൈകിട്ട് വരെ ഈ പറയുന്ന DYSP ബെന്നി ഉൾപ്പെടെയുള്ളവർ മലപ്പുറത്ത് തന്നെ ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവരെല്ലാം സർവീസിൽ ഇരിക്കുന്നവരുമാണ്, SP സുജിത് ദാസ് ഒഴികെ. ഓക്കെ, TV പ്രസാദ്, എന്തായാലും ഇന്ന് കോടതി ഈ വിഷയം പരിശോധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല 6 മണിക്ക് ശേഷം പുരുഷ ഓഫീസർമാർ പോയി ഒരു ലൈംഗിക പീഡന പരാതി നൽകിയ അതിജീവിതയുടെ മൊഴിയെടുക്കുന്നത് ചട്ടവിരുദ്ധവും നിയമവിരുദ്ധവുമാണ് എന്നാണ് നിയമവൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ കോടതി എന്താണ് നിലപാടെടുക്കുക എന്നത് നമുക്കറിയണം. അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഈ വിഷയം അഭിഭാഷകൻ അവതരിപ്പിക്കുമെന്നാണ് TV പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത്.